ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ അപമാനിച്ച ആളുകൾ പോലും ഇനി അസൂയപ്പെടും. നിങ്ങളുടെ സമയം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി സാമ്പത്തിക അഭിവൃദ്ധി, കുടുംബസുഖം, ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി പടികയറി വരും. ആദിത്യൻ മേടം രാശിയിൽ, ഭരണി ഞാറ്റുവേലയിലാണ്. ഏപ്രിൽ 27, അതായത് ഇന്ന് ഞായറാഴ്ച അമാവാസിയാണ്. നാളെ മുതൽ ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ സഞ്ചരിക്കുന്നു. നാളെ മുതൽ വൈശാഖ മാസം ആരംഭിക്കുകയാണ്. ശനി മീനം രാശിയിലാണ്. ഏപ്രിൽ 28 വെളുപ്പിന് പൂരുരുട്ടാതിയിൽ നിന്നും ഉത്രട്ടാതിയിൽ പ്രവേശിക്കുന്നു. രാഹു മീനം രാശിയിൽ പൂരുരുട്ടാതിയിലാണ്. കേതു കന്നി രാശിയിൽ ഉത്രം നക്ഷത്രത്തിൽ തുടരുന്നു. വ്യാഴം ഇടവം രാശിയിൽ മകയിരം നക്ഷത്രത്തിലാണ്. ചൊവ്വ കർക്കിടകത്തിൽ പൂയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ബുധൻ നീചക്ഷേത്രമായ മീനം രാശിയിൽ സ്വന്തം നക്ഷത്രമായ രേവതിയിലാണ്. ശുക്രനും ഉച്ചരാശിയായ മീനത്തിലുണ്ട്, ഉത്രട്ടാതിയിൽ സഞ്ചരിക്കുന്നു. നവഗ്രഹങ്ങളുടെ രാശിസ്ഥിതി, നക്ഷത്രസ്ഥിതി ഇവ മുൻനിർത്തി അശ്വിനി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. ഈ ആഴ്ച ആരംഭിക്കുന്നത് അശ്വതി നാളിലാണ്. ജന്മ നക്ഷത്രത്തിൽ കറുത്ത വാവ് വരികയാൽ ശുഭാരംഭം കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമാണ്. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സുഹൃത്ത് സമാഗമം, ഗൃഹസന്തോഷം, പ്രവർത്തന മേഖലയിൽ സംതൃപ്തി ഇവ ഭവിക്കുന്നതാണ്. മധ്യ ദിവസങ്ങളിൽ ജോലി ഭാരം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. ഏകോപനം എന്ന കാര്യം എളുപ്പമാവില്ല. മനസന്തോഷം കുറയുന്നതാണ്. മുൻപത്തെ ചില പ്രവൃത്തികൾ ഓർത്ത് ഇപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന തോന്നൽ ഉണ്ടാകുന്നതാണ്. എന്നാൽ സാമ്പത്തികമായി നിങ്ങളുടെ അവസ്ഥ മോശമാകില്ല. വെള്ളി ശനി ദിവസങ്ങളിൽ മെച്ചപ്പെട്ട ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഗുണാനുഭവങ്ങൾ ഒരു രീതിയിലും കുറയുന്ന ആഴ്ചയല്ല. ഗൃഹത്തിൽ മനസമാധാനമുണ്ടാകും. വിരുന്നുകൾ നടത്തുവാൻ സാധിക്കുന്നതാണ്. അതുമല്ലെങ്കിൽ അവയിൽ പങ്കെടുക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായി സല്ലാപാദികൾക്ക് സന്ദർഭമുണ്ടാകും. വസ്ത്ര ആഭരണാദികൾ വാങ്ങുവാൻ കഴിയുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ പഴയതിലും അധികം മെച്ചം അനുഭവപ്പെട്ടു തുടങ്ങുന്നതാണ്. ആഴ്ചയുടെ മധ്യത്തിലെ 2-3 ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുവാനിടവരും. മനക്ലേശം ഭവിക്കാം. ഉറക്കം അല്പം തടസ്സപ്പെടുവാനും ഇടവരും. വാരാന്ത്യ ദിവസങ്ങളിൽ അപ്രതീക്ഷിത സഹായം ലഭിക്കുന്നതാണ്. നല്ല വാർത്തകൾ കേൾക്കുവാൻ കഴിയും. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് കുടുംബവുമായി ആലോചിക്കുവാൻ കഴിയുന്നതാണ്. ചിലരെ സാന്ത്വനിപ്പിക്കുവാനുള്ള സന്ദർഭവും വന്നുചേരും. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. ജന്മ നക്ഷത്രാധിപൻ ആദിത്യൻ ഉച്ചത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വ്യക്തിപ്രഭാവം ഉയരുന്നതാണ്. തൊഴിലിടത്തിൽ പദവിക്കുപരി സ്വാധീനവും അധികാരവും വന്നുചേരും. ഒപ്പമുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നൈപുണ്യം പുലർത്തുവാൻ കഴിയുന്നതാണ്. ആലോചന യോഗങ്ങളിൽ വാക്കുകൾ നിങ്ങളുടെ വില മതിക്കപ്പെടുന്നതാണ്. ബിസിനസ് യാത്രകളിൽ പ്രയോജനം ലഭിക്കും. കുടുംബത്തിലെ യുവതലമുറകളുമായി ദൃഢബന്ധം സ്ഥാപിക്കുവാൻ കഴിയുന്നതാണ്. ധന ഉന്നതി വന്നുചേരും. വിരുന്നുകൾ, മംഗളവേളകൾ ഇവയിൽ സംബന്ധിക്കുവാനും ഈശ്വര അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. സ്വന്തം കാര്യം കൂടുതൽ ചിന്തിക്കും. സ്വാർത്ഥത അറിഞ്ഞോ അറിയാതെയോ ഏറുന്നതാണ്. ന്യായമായ നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. വാരാന്ത്യം ചന്ദ്രസഞ്ചാരം 12ാം രാശിയിലാകിയാൽ ചെലവ് വർദ്ധിക്കുന്നതാണ്. അനിഷ്ടന്മാരെ ആശ്രയിക്കുവാൻ ഇടവരും. യാത്രാക്ലേശത്തിനും സാധ്യതയുണ്ട്. വാരം മധ്യത്തിലെ ദിവസങ്ങളിൽ തൊഴിലിടത്തിൽ സംതൃപ്തി ഭവിക്കുന്നതാണ്. തീരുമാനിച്ച കാര്യങ്ങളെല്ലാം നിർവഹണത്തിൽ എത്തിക്കുവാൻ കഴിയുന്നതാണ്. കുടുംബസുഖം, ഇഷ്ടഭക്ഷണ യോഗം ഇവ പ്രതീക്ഷിക്കാം. വേതനാദികൾക്ക് പുറമെ കൈവായ്പകൾ, മുൻകൂർ തുക എന്നിവയും നിങ്ങളുടെ കൈവശമെത്താം. വെള്ളി ശനി ദിവസങ്ങളിൽ അല്പം ആലസ്യമുണ്ടാകുവാനും ഇടവരുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ ബുദ്ധി എല്ലാ രീതിയിലും ഉണർന്നു പ്രവർത്തിക്കും. ഏകാഗ്രത എന്ന കാര്യം ഭംഗപ്പെടില്ല. സമയനിഷ്ഠ, കൃത്യനിർവഹണം ഇവയിൽ നിർബന്ധശീലം നിങ്ങൾ കാണിക്കുന്നതിനാൽ ശത്രുക്കൾ വർദ്ധിക്കുന്നതാണ്.
വിളംബ കാലത്തിലായിരുന്ന കലാപ്രവർത്തനങ്ങൾ വേഗതയിലാകും. അവസരങ്ങൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നതാണ്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള നിങ്ങളുടെ ശ്രമം വിജയം കാണും. പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കുവാനുള്ള ശ്രമം തുടരുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ മകൻ്റെ ആവശ്യങ്ങൾ വളരെയധികം സമ്മർദ്ദങ്ങൾ സമ്മാനിക്കും. വാരാദ്യത്തിലെ പിരിമുറുക്കത്തിന് ക്രമേണ അയവ് വരുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. വാക്കിലും കർമ്മത്തിലുമെല്ലാം ആത്മവിശ്വാസം നിറയുന്നതാണ്. ചുമതലകൾ നിർവഹിക്കുന്നതിൽ വിജയിക്കുവാൻ സാധിക്കും. കർമ്മരംഗം വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ്. മേലധികാരികൾ നിങ്ങളുടെ പ്രീതരാകും. നേതൃത്വ പദവിയിൽ സഹപ്രവർത്തകർ എല്ലാ രീതിയിലും നിങ്ങൾക്ക് പിന്തുണ നൽകുന്നതാണ്. ട്രാൻസ്ഫർ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. കുടുംബത്തോടൊപ്പം ലഘുയാത്രകൾക്ക് അവസരം ലഭിക്കും. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഷിഫ്റ്റിലേക്ക് മാറുവാൻ സാധിക്കും. ചൊവ്വ 2 തുടരുന്നതിനാൽ ധനാഗമത്തിൽ അല്പം തടസ്സങ്ങൾ വന്നു ചേരുവാനും കാരണമാകും. അടുത്തത് പുണർതം നക്ഷത്രക്കാരാണ്. തൊഴിൽ തടസ്സങ്ങളെ മറികടക്കുവാൻ സാധിക്കും. നീതിയുക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ കരാർ പണികൾ നീട്ടിക്കിട്ടും. സർക്കാരിൽ നിന്നുമുള്ള കാര്യങ്ങൾ എല്ലാ രീതിയിലും സുഗമമാകുന്നതാണ്. ബിസിനസ്സുകാർക്ക് ധാരാളം പുതിയ ഓർഡറുകൾ വന്നു ചേരും. നിങ്ങളുടെ മനസ്സിനെ ബാധിച്ച വിഷമതകൾ എല്ലാം അകലാം. വാഹനം, വീട് ഇവയ്ക്ക് പുതുമോടി പിടിപ്പിക്കേണ്ടി വരും. പിതാവിൻ്റെ രോഗാവസ്ഥ വളരെയധികം തൃപ്തികരമാകുന്ന ആഴ്ചയാണ്. ആശുപത്രി വാസം അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇവയെല്ലാം പരിപൂർണമായി തൃപ്തികരമാകുകയും വീട്ടിലേക്ക് തിരികെ പോകുവാനും സാധിക്കുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. ആദിത്യൻ അനുകൂല ഭാവത്തിലാകിയാൽ തൊഴിൽ രംഗത്ത് വളരെയധികം പുരോഗതി ദൃശ്യമാകും. ചുമതലകളെല്ലാം ശുഷ്കാന്തിയോടെ നിങ്ങൾക്ക് നിർവഹിക്കുവാൻ കഴിയുന്നതാണ്. മനസ്സ് കൂടുതൽ സ്വതന്ത്രമാകും. കലാപഠനത്തിൽ ശ്രദ്ധ പുലർത്തുവാൻ കഴിയുന്നതാണ്. ഓൺലൈനായി ചെയ്തു വന്നിരുന്ന വ്യാപാരം വിപുലീകരിക്കുവാൻ സാധിക്കും. ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഗുണ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബക്ഷേത്ര ദർശനം സാധ്യമാകും. സ്വന്തം പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്ന സന്ദർഭങ്ങൾ വന്നു ചേരുന്നതാണ്. ഒപ്പമുള്ള ആളുകളുടെ അനാരോഗ്യ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടുവാൻ സാധിക്കും. ചൊവ്വ ജന്മനക്ഷത്രത്തിൽ തുടരുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്നതും ഗുണകരമാകും. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. പ്രവർത്തിക്കുവാൻ വളരെയധികം ഉത്സാഹമുണ്ടാകും. പുതിയ കാര്യങ്ങൾ പുതുതലമുറയിൽ നിന്നും ഗ്രഹിക്കുവാൻ കഴിയുന്നതാണ്. ഗൃഹനിർമ്മാണത്തിനാവശ്യമായ അനുമതി സർക്കാരിൽ നിന്നും നേടുവാൻ കഴിയും. ദൂരദിക്കിലേക്ക് ഉദ്യോഗ മാറ്റമില്ലെന്ന വിവരം ലഭിക്കുന്നത് വളരെയധികം ആശ്വാസം ഉണ്ടാക്കുന്നതാണ്. ധനപരമായി ഈ ആഴ്ച വളരെയധികം മെച്ചമുണ്ടാകും. വ്യാപാരമായ ആവശ്യങ്ങൾക്ക് യാത്ര വേണ്ടി വരുന്നതാണ്. രോഗാവസ്ഥയിലുള്ള ബന്ധുവിനെ കണ്ട് സഹായധനം നൽകുവാൻ സാധിക്കും. അയൽ തർക്കങ്ങൾ സ്വയം പരിഹരിക്കുവാൻ കഴിയും. ജന്മരാശിയിൽ ചൊവ്വ തുടരുന്നതിനാൽ മനക്ഷോഭം സാധ്യതയാണ്. വ്യായാമം ഒരു രീതിയിലും മുടക്കരുത്. ഉപഭോക്താവിൻ്റെ താല്പര്യം പരിഗണിക്കുമെങ്കിലും ഗുണനിലവാരത്തിൽ അനുരഞ്ജനത്തിന് നിങ്ങൾക്ക് മുതിരുവാൻ കഴിയില്ല. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. രാശിനാഥനായ ആദിത്യൻ്റെ ഉച്ചസ്ഥിതി മൂലം സമൂഹത്തിൻ്റെ ആദരവിന് പാത്രമാകും. പിതാവിൽ നിന്നും സഹായധനം ലഭിക്കുന്നതാണ്. മനസ്സിന് ഉന്മേഷം അനുഭവപ്പെടും. ന്യായമായ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാകുന്ന ആഴ്ചയാണ്. ലഘുപ്രയത്നം കൊണ്ട് തന്നെ എല്ലാവിധ കാര്യങ്ങളും ഏത് വലിയ കാര്യങ്ങളും നേടുവാൻ നിങ്ങൾക്ക് ഈ ആഴ്ച സാധിക്കും. ഇഷ്ട വിഷയങ്ങളിൽ ഉപരിപഠനത്തിനുള്ള അവസരം ലഭിക്കുന്നതാണ്. അതു സംബന്ധിച്ചുള്ള അറിയിപ്പ് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. ബന്ധുക്കളുടെ ഇടയിലെ പിണക്കം പറഞ്ഞു തീർക്കുവാൻ കഴിയുന്നതാണ്. നവസംരംഭങ്ങളിൽ നിന്നും ലാഭം വന്നു തുടങ്ങുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ നക്ഷത്രേശനായ ശുക്രൻ ഉച്ചസ്ഥിതി പുലർത്തുകയാൽ കാര്യനിർവഹണത്തിന് മുൻപുണ്ടായിരുന്ന തടസ്സം ഇപ്പോൾ ഉണ്ടാവില്ല. സ്ത്രീകൾ, സുഹൃത്തുക്കൾ എന്നിവരുടെ പിന്തുണ കൈവരും. സഹപ്രവർത്തകർ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതാണ്. ആദിത്യൻ ഉച്ചസ്ഥനായി തുടരുന്നതിനാൽ ഭാഗ്യ അനുഭവങ്ങൾ വളരെയധികം വന്നു ചേരും. ലോട്ടറി, ചിറ്റ്
ചിട്ടി, നറുക്കെടുപ്പ് ഇവയിൽ നിന്നും അപ്രതീക്ഷിത ധനം പ്രതീക്ഷിക്കാം. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് പാരമ്പര്യ ചികിത്സ മൂലം ഫലപ്രദമാകും. ഏജൻസികളിലൂടെ വരുമാനം കൂടുന്നതാണ്. ഭൂമി സംബന്ധിച്ച വ്യവഹാരം കോടതിക്ക് പുറത്തുവെച്ച് ഒത്തുതീർക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. സത്യാവസ്ഥ ബോധിപ്പിച്ചാലും ഒപ്പമുള്ള ചിലർക്ക് നിങ്ങളുടെ യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ കഴിയുന്ന ആഴ്ചയല്ല. വീടിനടുത്തേക്ക് സ്ഥലം മാറ്റത്തിനുള്ള ഉത്തരവ് കൈവശമെത്തുവാൻ വൈകുന്നതാണ്. പിതൃപുത്ര ബന്ധത്തിൽ രമ്യത അനുഭവപ്പെടും. കുടുംബക്ഷേത്രത്തിലെ നവീകരണത്തിന് ധനസമാഹരണം നടത്തുവാൻ കഴിയുന്നതാണ്. സാഹിത്യം, കല ഇവയിൽ അഭിനിവേശം വർദ്ധിക്കും. വാരാദ്യ ദിനങ്ങളിൽ മനക്ലേശത്തിനിടയുണ്ട്. അധിക ചെലവ് നിയന്ത്രിക്കുവാൻ കഴിയുന്നതാണ്. ജീവിത പങ്കാളി തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സംരംഭത്തിന് സർക്കാരിൻ്റെ അനുമതി പത്രവും വന്നുചേരും. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. സ്വതസിദ്ധമായ പ്രവർത്തന ശൈലി അംഗീകരിക്കപ്പെടും. ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുകയാൽ മേലധികാരിയുടെ അഭിനന്ദനം വന്നുചേരും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ഷിഫ്റ്റ് കുറഞ്ഞത് അസൗകര്യപ്രദമായ സമയത്തേക്ക് മാറുന്നതാണ്. കമ്പനികളുമായുള്ള വ്യാപാര കരാറുകൾ പുതുക്കുവാൻ കഴിയുന്നതാണ്. പഴയ വീട് പുതുക്കുവാനുള്ള ശ്രമം തുടങ്ങുവാൻ കഴിയും. മകന്റെ വിവാഹ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്ന ആഴ്ചയല്ല. ആദർശവും പ്രായോഗികതയും പൊരുത്തപ്പെടുവാൻ ആകാതെ വളരെയധികം വിഷമിക്കുന്നതാണ്. ഞായർ, തിങ്കൾ ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുവാനും ഇടവരുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. പ്രയത്നം ഫലം കാണും. കൂടുതൽ സമയം ഓഫീസിൽ ചെലവഴിക്കുവാനും കഴിയുന്നതാണ്. നക്ഷത്രാധിപന് നീചമുള്ളത് കാരണം ആത്മവിശ്വാസത്തെ ബാധിച്ചേക്കാം. ചില കാര്യങ്ങളിൽ മറവി ഭവിക്കുന്നതാണ്. പൊതുവാഹനം വാങ്ങുവാനുള്ള ശ്രമം നീളുന്നതാണ്. നിങ്ങളുടെ സഹോദരന്മാരുമായി അഭിപ്രായ ഭിന്നത രൂപപ്പെടുവാനിടയുണ്ട്. മധ്യസ്ഥ ശ്രമങ്ങൾ ഫലിക്കണമെന്നില്ല. വേലി അതുമല്ലെങ്കിൽ മതിൽ കെട്ടുവാനോ മറ്റു ഭൂമി സംബന്ധമായ ചെലവ് വർദ്ധിക്കുന്നതാണ്. ഈശ്വര കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ കഴിയും. വിദേശത്തുള്ളവർക്ക് തൊഴിൽ തടസ്സങ്ങളെല്ലാം മാറി നല്ല തൊഴിൽ വന്നു ചേരും. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. സാമാന്യം അനുകൂലമായ ആഴ്ചയാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അലച്ചിൽ അല്പം ഉണ്ടാകുമെങ്കിലും കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും. നിങ്ങളുടെ ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകുന്ന ആഴ്ചയാണ്. ശത്രുക്കൾ ഇണങ്ങി വരും. പൂർവിക സ്വത്ത് ലഭിക്കുന്ന കാര്യത്തിലെ തടസ്സങ്ങളെല്ലാം ഒഴിഞ്ഞു കിട്ടും. പ്രണയബന്ധത്തിൽ മനക്ലേശത്തിന് അല്പം സാധ്യതയുണ്ട്. മേലധികാരിയുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് വിരോധം സമ്പാദിക്കുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തുവാൻ കഴിയും. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ അല്പം കരുതലുണ്ടാകുന്നതും ഗുണകരമാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. സംഘടനാ രംഗത്തെ ഏകോപന സിദ്ധി അഭിനന്ദിക്കപ്പെടും. തൊഴിൽ മേഖലയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ഫലവത്താകുന്നതാണ്. വായ്പകൾ സമയബന്ധിതമായി തിരിച്ചടയ്ക്കുവാൻ കഴിയും. ബന്ധുസമാഗമം സന്തോഷം സമ്മാനിക്കും. വിദ്യാർത്ഥികളുടെ ഉപരി വിദ്യാഭ്യാസത്തിൽ അവ്യക്തത തുടരുന്നതാണ്. വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ കിണഞ്ഞു ശ്രമിക്കേണ്ടി വരും. വിദേശത്തുള്ള ആളുകൾക്ക് തൊഴിൽപരമായി വളരെയധികം ആശ്വാസം ഭവിക്കുന്ന ആഴ്ചയാണ്. വിനോദയാത്ര വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ സമാധാനം നിലനിൽക്കുന്ന ആഴ്ച തന്നെ. ചൊവ്വ, ബുധൻ ദിവസങ്ങൾക്ക് അല്പം മേന്മ കുറയുവാനും ഇടവരുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. നിശ്ചയദാർഢ്യം പ്രവർത്തനത്തിൽ നിറയുന്ന ആഴ്ചയാണ്. ഏറ്റെടുത്ത ദൗത്യങ്ങളിലെ ഉത്തരവാദിത്തം പ്രശംസിക്കപ്പെടുന്നതാണ്. നവസാങ്കേതിക പരിജ്ഞാനം സഹപ്രവർത്തകർക്ക് പകർന്നു കൊടുക്കുവാനും കഴിയുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം മെച്ചമുണ്ടാകുന്ന ആഴ്ച തന്നെ. വിദ്യാർത്ഥികൾക്ക് കലാപരമായ പരിശീലനത്തിന് അവസരം ലഭിക്കും. മാർക്കറ്റിംഗ് മേഖല, ഏജൻസി, കരാർ പണികൾ ഇവയിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ്. രാശിനാഥനായ ചൊവ്വയ്ക്ക് നീചം വന്നതിനാൽ അനാവശ്യമായി ക്ഷോഭിച്ചേക്കാം. വീട് പണിയിൽ തടസ്സം വരുവാനും ഇടയുള്ള ആഴ്ചയാണ്.
അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. 10ാം ഭാവാധിപന്റെ ഉച്ചസ്ഥിതിയാൽ തൊഴിലിടത്തിൽ ഉയർച്ചയുണ്ടാകും. അടുക്കും ചിട്ടയും പുലർത്തുവാൻ കഴിയും. ഉന്നത അധികാരികളുടെ പേര് നേടുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രനാഥനായ ബുധൻ നീചരാശിയിലാണെങ്കിലും സ്വനക്ഷത്രമായ രേവതിയിൽ സഞ്ചരിക്കുന്നത് ഭൗതികമായ നേട്ടത്തിന് കാരണമാകും. ജന്മനാട്ടിലെ ഉത്സവത്തിൽ സജീവമാക്കുവാൻ കഴിയും. പൊതുജന മധ്യത്തിൽ നിങ്ങളുടെ സ്വീകാര്യത വളരെയധികം വർദ്ധിക്കുന്നതാണ്. മറ്റുള്ള ആളുകൾ മടിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയും. വെള്ളി ശനി ദിവസങ്ങളിൽ അഷ്ടമ രാശിക്കൂറാകിയാൽ കരുതൽ വേണ്ട ആഴ്ച കൂടിയാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. പ്രതീക്ഷിച്ച പല കാര്യങ്ങളും വൈകി ചെയ്യുവാൻ സാധിക്കും. മനസുഖം സമ്മിശ്രമായി ഭവിക്കുന്നതാണ്. ധനാഗമ കാര്യങ്ങളിൽ ഒരു രീതിയിലും മോശമാകില്ല. ആഡംബരത്തിന് അല്പം ചെലവ് വർദ്ധിക്കും. ഗൃഹമോ വാഹനമോ മോടി പിടിപ്പിക്കും. ബന്ധുക്കളുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുവാൻ ഇടയുള്ള ആഴ്ചയാണ്. നിങ്ങൾക്ക് ഭൂമി വാങ്ങുവാനുള്ള തീരുമാനം കുടുംബത്തിൽ ചർച്ച ചെയ്യുവാൻ കഴിയും. അന്യ ദിക്കുകളിൽ കഴിയുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ജന്മനാട്ടിലേക്ക് വരുവാനുള്ള സന്ദർഭം ഒത്തുവരുന്നതാണ്. ധാർമ്മിക കാര്യങ്ങൾ നടത്തുവാൻ അവസരം ലഭിക്കുകയും ചെയ്യും. വാരാദ്യ ദിവസങ്ങൾക്ക് ഗുണം കുറയുവാൻ ഇടയുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ ശുഭവാർത്ത വന്നുചേരും. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. നൈതികമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ മടിക്കില്ല. പൊതുപ്രവർത്തനത്തിൽ വളരെയധികം ഉന്മേഷമുണ്ടാകും. സാഹചര്യങ്ങൾക്കനുസരിച്ച് മനോനില മാറി മാറി വരുന്നതാണ്. നിദ്രാഭംഗമോ വിശ്രമരാഹിത്യമോ ദേഹസുഖക്കുറവോ ഉണ്ടാകും. നക്ഷത്രനാഥനായ ശുക്രനും ഭാഗ്യാധിപനായ ആദിത്യനും ഉച്ചത്തിൽ തുടരുന്നത് ഗുണാനുഭവങ്ങൾക്ക് കാരണമാകും. ആടയാഭരണങ്ങൾ പാരിതോഷികമായി ലഭിക്കുന്നതാണ്. വിരുന്നുകളിലും മംഗളകർമ്മങ്ങളിലും ബഹുമാന്യത ലഭിക്കുന്നതാണ്. വാരാദ്യ ദിവസങ്ങളിലെ ആശയക്കുഴപ്പത്തിന് ശേഷം അനുകൂല ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഏതു പ്രതിസന്ധിയിലും ആത്മശക്തി നിങ്ങളുടെ കുറയില്ല. നിലപാടുകളിൽ ഉറപ്പുണ്ടാകും. മുഖം നോക്കാതെ തന്നെ അഭിപ്രായം പറയുവാൻ കഴിയുന്നതാണ്. വിപണന തന്ത്രം ഫലം കണ്ടു തുടങ്ങും. വീട്ടിൽ കൂടുതൽ അലങ്കാര വിളക്കുകൾ സ്ഥാപിക്കുവാൻ കഴിയുന്നതാണ്. കിടപ്പ് രോഗിയായ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം തൃപ്തി അനുഭവപ്പെടുന്നതാണ്. ഇഷ്ടവിഷയങ്ങളിൽ ഉപരിപഠനം നടത്തുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതാണ്. സമ്മേളനം, വിനോദം മുതലായ പരിപാടികളിൽ സംബന്ധിക്കുവാനും കഴിയുന്നതാണ്. ഹൃദയരോഗമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ വിദഗ്ധ ചികിത്സ കിട്ടുന്നതാണ്. ബുധനാഴ്ച തൊട്ട് കൂടുതൽ ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. തൃപ്തിയും അതൃപ്തിയും കലരുന്ന ആഴ്ചയാണ്. ബന്ധുക്കളുടെ വാഗ്ദാന ലംഘനങ്ങൾ വളരെയധികം വിഷമം സമ്മാനിക്കും. സുഹൃത്തുക്കളുടെ ചില നിലപാടുകളോട് കടുത്ത ഭാഷയിൽ പ്രതികരിക്കേണ്ടി വരുന്നതാണ്. ആരോഗ്യപരമായി സൗഖ്യം കുറയുവാൻ ഇടവരും. സ്ത്രീകളുടെ സാന്ത്വനവും പരിഗണനയും പിന്തുണയും എല്ലാ രീതിയിലും ലഭിക്കുന്ന ആഴ്ചയാണ്. വ്യാപാരത്തിൽ നിന്നും മുതൽ മുടക്കിനനുസരിച്ചുള്ള ആദായം വന്നു ചേരണമെന്നില്ല. മകൻ്റെ ശീലങ്ങളോട് പൊരുത്തപ്പെടുക എന്ന കാര്യം വളരെയധികം ദുഷ്കരമാകും. വ്യാഴം മുതൽ ഗുണാനുഭവങ്ങൾ ഇരട്ടിയായി വന്നു ചേരും. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. ആത്മാർത്ഥത പ്രതീക്ഷിച്ചവരിൽ നിന്നും മോശം അനുഭവമാകും നിങ്ങൾക്ക് വന്നു ചേരുക. സഹപ്രവർത്തകരുമായി തർക്കം ഉടലെടുക്കുവാൻ ഇടയുള്ള ആഴ്ചയാണ്. ഔദ്യോഗികമായ കണക്കുകൾ സൂക്ഷിക്കുവാൻ മറക്കരുത്. അനാവശ്യ ചെലവുകളെല്ലാം ഒഴിവാക്കുന്നത് ഗുണകരമാകും. പ്രധാന തീരുമാനങ്ങളിൽ കുടുംബക്കാരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നത് അഭികാമ്യമാണ്. മകരരാശിക്കാർക്ക് പ്രണയത്തിൽ ശൈഥില്യം വരാം. കുംഭരാശിക്കാർക്ക് എതിർപ്പുകളെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതാണ്. ഉന്നതാധികാരികളുടെ പ്രശംസ നിങ്ങൾക്ക് ഈ ആഴ്ച വന്നുചേരും. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ആദർശം പറയുമെങ്കിലും പ്രായോഗികതയാണ് നിങ്ങൾക്ക് മുന്നിലുണ്ടാകുക. രോഗക്ലേശങ്ങളുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ സൗഖ്യം ഭവിക്കുന്നതാണ്. സഹോദരാനുകൂല്യം എല്ലാ രീതിയിലും പ്രതീക്ഷിക്കാവുന്ന സന്ദർഭമാണ്. ഇഷ്ടഭക്ഷണയോഗം, വിശ്രമം, ഭോഗസൗഖ്യം ഇവയുണ്ടാകും. വാക്കുകളിൽ മേന്മ കുറയുവാൻ ഇടവരുന്നതാണ്. ബിസിനസ് തന്ത്രങ്ങളെല്ലാം ഫലവത്താകും. നിക്ഷേപങ്ങൾ പുതുക്കുവാൻ കഴിയും. അനാവശ്യമായിട്ടുള്ള തർക്ക
തർക്കങ്ങളിൽ കഴിവതും ഒഴിഞ്ഞു നിൽക്കുന്നത് ഗുണകരമാകും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട എല്ലാവിധ രേഖകളും ഈ ആഴ്ച കൈവശം വന്നു ചേരുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. ക്ഷമാശീലം നിങ്ങളുടെ പരീക്ഷിക്കപ്പെടും. ജന്മനക്ഷത്രത്തിൽ രാഹു തുടരുന്നുവെങ്കിലും ശനി തിങ്കളാഴ്ച മുതൽ ഉത്രട്ടാതിയിൽ സംക്രമിക്കുന്നുണ്ട്. മാനസിക സംഘർഷം വളരെയധികം കുറയുന്നതാണ്. എന്നാൽ വാക്കുകളിൽ വളരെയധികം ശ്രദ്ധ ഉണ്ടാവണം. നിങ്ങൾ സത്യം പറഞ്ഞാലും ശ്രോതാവിന് ഇത് കള്ളം എന്ന് തോന്നുവാൻ ഇടയുള്ള ആഴ്ചയാണ്. ജോലിക്കാര്യത്തിൽ ഔത്സുക്യം കുറയുവാൻ സാധ്യതയുണ്ട്. ചുമതലകൾ ചെയ്യുവാൻ പകരക്കാരെ ആശ്രയിക്കുന്നത് മൂലം കഷ്ടനഷ്ടങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കപ്പെടേണ്ടി വരും. ശുക്രന്റെ സാന്നിധ്യം ഭോഗസുഖങ്ങൾ നൽകുന്നതാണ്. ഉപരിപഠന കാര്യത്തിൽ വിദ്യാർത്ഥികളായ ആളുകൾക്ക് അവ്യക്തത തുടരുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ജന്മശനി ജന്മനക്ഷത്രമായ ഉത്രട്ടാതിയിൽ പ്രവേശിക്കുന്നു. ശനി ഗുണമായാലും ദോഷമായാലും ഉടനെ ഫലം നൽകുന്ന ഗ്രഹമല്ല. എങ്കിലും കാര്യതടസ്സമുള്ളതായി തോന്നുന്നതാണ്. ലക്ഷ്യത്തിലെത്തുവാൻ പുനർപരിശ്രമങ്ങൾ ഈ ആഴ്ച ആവശ്യമായി വരും. അർഹിതങ്ങളായ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുന്നതാണ്. ശ്രമിച്ചാലും ദൂർത്ത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് ഈ ആഴ്ച കഴിഞ്ഞേക്കില്ല. ദൂരദിക്കുകളിൽ കഴിയുന്ന ആളുകൾക്ക് ജന്മനാട്ടിലെത്തുവാൻ ഇനി കാലവിളംബം ഉണ്ടാകുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷാനുഭവങ്ങൾ വന്നു ചേരും. വസ്തു വിൽക്കുന്ന കാര്യത്തിലെ തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. സുവ്യക്തമായ ചിന്തകളോ കൃത്യമായ ആസൂത്രണമോ ഉണ്ടായേക്കില്ല. പലപ്പോഴും വന്ന പാടിച്ചന്തം എന്ന മട്ടിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരുന്ന ആഴ്ചയാണ്. ഉദ്യോഗസ്ഥരുടെ വിട്ടുവീഴ്ചകൾ ചൂണ്ടിക്കാട്ടപ്പെടും. സമൂഹ മാധ്യമങ്ങളിലെ തെറ്റായ സ്വാധീനത്തിന് വിധേയരാകുവാൻ ഇടയുണ്ട്. വ്യാപാരത്തിലെ മാന്ദ്യത്തിന് തെല്ല് ഉപശമനം ഉണ്ടാകും. കൃത്യനിർവഹണത്തിൽ പരാശ്രയത്വം ഉണ്ടാകുവാൻ ഇടയുണ്ട്. ആരോഗ്യകാര്യത്തിൽ എല്ലാ രീതിയിലും ജാഗ്രത അനിവാര്യമായ കാലഘട്ടമാണ്. കലാകാരന്മാർക്ക് അവസരങ്ങൾ തേടി വരും. ദൂരയാത്രകൾക്ക് തയ്യാറെടുക്കുവാനും ഉപാസനാദികൾക്ക് മുടക്കം വരുവാനും ഈ ആഴ്ച ഇടവരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.